ഇളം മഞ്ഞിൻ്റെ കുളിരും നാടൻപാട്ടിൻ്റെ മടിശീലക്കിലുക്കവും നിറഞ്ഞ വരികളിലൂടെ മലയാള സിനിമയിൽ ഹിറ്റ് പാട്ടുകളുടെ ലക്ഷാർച്ചന ഒരുക്കിയ ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ 220-ലധികം സിനിമകളിലായി 850ഓളം ഗാനങ്ങൾ രചിച്ച മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ കവി, നിരൂപകൻ, തിരക്കഥാകൃത്ത്, പരിഭാഷകൻ എന്നീ നിലകളിലും നിറഞ്ഞുനിന്ന പ്രതിഭയായിരുന്നു. എറണാകുളം വൈറ്റില തൈക്കുടത്ത് ലക്ഷാർച്ചനയിലായിരുന്നു താമസം. 1947 ആലപ്പുഴ കുട്ടനാട്ടിലെ മങ്കൊമ്പിൽ ജനിച്ച ഗോപാലകൃഷ്ണൻ ചെറുപ്പം മുതൽ കവിതകൾ എഴുതുമായിരുന്നു. 1971 പുറത്തിറങ്ങിയ വിമോചന സമരമാണ് മങ്കൊമ്പിൻ്റെ ഗാനങ്ങളുമായി പുറത്തിറങ്ങിയ ആദ്യ ചിത്രം. ഹരിഹരൻ സംവിധാനം ചെയ്ത അയലത്തെ സുന്ദരിയിലെ ലക്ഷാർച്ചന കണ്ട് മടങ്ങുമ്പോൾ എന്ന ഗാനം വയലാറും പി ഭാസ്കരനും ONVയും ശ്രീകുമാരൻ തമ്പിയും നിറഞ്ഞു നിന്ന മലയാള സിനിമയിൽ മങ്കൊമ്പിനെ തിരക്കേറിയ ഗാനരചയിതാവാക്കി. ലക്ഷാർച്ചന കണ്ടു എന്ന അയലത്തെ സുന്ദരിയിലെ ഗാനവും ബാബുമോനിലെ ഇവിടമാണീശ്വര സന്നിധാനം, നാടൻ പാട്ടിൻ്റെ മടിശീലക്കിലുങ്ങും, യുദ്ധഭൂമിയിലെ ആഷാഢമാസം, അതുപോലെ തന്നെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ, ആശ്രിതവത്സലനേ താലിപ്പൂ പീലിപ്പൂ, ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ, ഈ പുഴയും പച്ചത്തീയാണു നീ പിച്ചിപ്പൂവാണു ഞാൻ തുടങ്ങിയവ അദ്ദേഹം രചിച്ച എക്കാലത്തെയും ഹിറ്റ് ഗാനങ്ങളിൽ പെടുന്നു. അടുത്തിടെ ലോക സിനിമയുടെ ഭൂപടത്തിൽ ഇന്ത്യയുടെ സംഭാവനയായി സ്ഥാനം പിടിച്ച 2 ബ്രഹ്മാണ്ഡ ചിത്രങ്ങളായിരുന്നു ബാഹുബലിയും RRRഉം. തെലുഗു ഭാഷയിൽ നിർമ്മിക്കപ്പെടുകയും മലയാളം അടക്കമുള്ള ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും അത്ഭുതകരമായ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കുകയും ചെയ്ത ഈ സിനിമകൾക്ക് സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതി മനോഹരമായി അണിയിച്ചൊരുക്കിയത് മലയാളികളുടെ പ്രിയപ്പെട്ട മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. അഭയദേവന് ശേഷം നൂറുകണക്കിന് തെലുങ്ക്, തമിഴ് ചിത്രങ്ങൾക്ക് മലയാളത്തിൽ സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതി വിസ്മയിപ്പിച്ച ആ പ്രതിഭാധനൻ ഓർമ്മയായിരിക്കുന്നു. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ഇതിഹാസ ഭൂമിയായ കുട്ടനാട്ടിൽ നിന്നാണ് വിമോചന സമരം എന്ന ചിത്രത്തിൽ പാട്ടെഴുതിക്കൊണ്ട് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നുവരുന്നത്. പിന്നീട് പ്രതിധ്വനി, പോലീസ് അറിയരുത്, സൗന്ദര്യപൂജ തുടങ്ങിയ ചിത്രങ്ങളിൽ ഗാനങ്ങൾ എഴുതിയെങ്കിലും ഈ ഗാനരചയിതാവിനെ മലയാള ചലച്ചിത്രവേദി തിരിച്ചറിയുന്നത് ഹരിഹരൻ സംവിധാനം ചെയ്ത അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിലെ ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോളൊരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു എന്ന ഗാനത്തോടെയാണ്. തമിഴ് ചലച്ചിത്രവേദിയെ ശ്രദ്ധേയമായ ശങ്കർ ഗണേഷ്മാർ സംഗീത സംവിധാനം നിർവഹിച്ച അയലത്തെ സുന്ദരിയിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. തുടർന്നു വന്ന ഹരിഹരൻ്റെ ലവ് മാരേജ്, ബാബുമോൻ, തെമ്മാടി, വേലപ്പൻ, സുജാത തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഹിറ്റുഗാനങ്ങൾ മുഴങ്ങി. മങ്കൊമ്പിൻ്റെ ഗാനങ്ങൾക്ക് ഏറ്റവും അധികം സംഗീതം പകർന്നത് MS വിശ്വനാഥനാണ്. ഹരിഹരൻ സംവിധാനം ചെയ്ത പൂമടത്തെ പെണ്ണ് എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവും മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. സ്വർണ്ണവിഗ്രഹം, കേളികൊട്ട് തുടങ്ങിയ 6 ചിത്രങ്ങൾക്ക് ഇദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ സംഗീത ലോകത്തെ അസാധാരണ പ്രതിഭയായ രവീന്ദ്ര ജെയിൻ മലയാളത്തിൽ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച സുജാത എന്ന ചിത്രത്തിലെ മനോഹരമായ പാട്ടുകൾ എഴുതാൻ ഭാഗ്യമുണ്ടായത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനായിരുന്നു. അടുത്തിടെ ഓസ്കർ അവാർഡ് ലഭിച്ച RRR എന്ന മൊഴിമാറ്റ ചിത്രത്തിലെ കരിന്തോല് സംഗമാകെ എന്ന നൃത്ത ചുവടുകൊണ്ട് ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ഗാനത്തിൻ്റെ വരികൾ എഴുതാനും അദ്ദേഹത്തിന് നിയോഗമുണ്ടായി. കുറച്ചു കാലമായി തെലുഗു ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുന്ന ചിത്രങ്ങൾക്ക് വേണ്ടിയുള്ള സംഭാഷണങ്ങളും ഗാനങ്ങളും എഴുതുന്ന തിരക്കിൽ മലയാളത്തിൻ്റെ മണമുള്ള ഗാനങ്ങൾ ഈ അനുഗ്രഹീത കവിയിൽ നിന്ന് മലയാള ഭാഷയ്ക്ക് ലഭിച്ചിരുന്നില്ല. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ
ഗാനരചന രംഗത്തെത്തിയതിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ 2025 മാർച്ച് 29 ചെന്നൈയിലെ ദക്ഷിണ എന്ന കലാസാംസ്കാരിക സംഘടന വിപുലമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ നിൽക്കാതെ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു. 500-ലധികം ചലച്ചിത്ര ഗാനങ്ങളിലൂടെ മലയാള സിനിമയുടെ സംഗീതധാരയെ ലക്ഷാർച്ചനയുടെ സ്വർണ്ണ കാന്തി കൊണ്ട് പ്രകാശപൂരിതമാക്കിയ മങ്കൊമ്പ് ഇടനെഞ്ചിലെ ഒരു ഈണമായി എന്നും സംഗീതാസ്വാദകരുടെ മനസ്സിലുണ്ടാവും. ലക്ഷാർച്ചനയുടെ സ്വർണ്ണകാന്തിയോടെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന് ആദരാഞ്ജലികൾ.